അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിന്റെ താരീഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ശരിക്ക് ശരി നൽകാം. അപ്പോൾ താഴെ 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം: ഔദാര്യശീലരും സ്നേഹ സമ്പന്നരും ആയിരുന്നു ഖുറൈശികൾ, അൻസാറുകൾ. അപ്പൊ അൻസാറുകൾ എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത്: ഹിജ്റ കൊണ്ട് അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയവർ അൻസാറുകൾ, മുഹാജിറുകൾ. അപ്പൊ അവിടെ മുഹാജിറുകൾ എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹുജ്റത്തു ഷരീഫ, മസ്ജിദുൽ ഹറാം. ഹുജ്റത്തുൽ ഷരീഫ എന്നുള്ളതാണ് ശരി, അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത്: മദീന അറിയപ്പെട്ടിരുന്നത് സിറിയ, യഥരിബ്. അപ്പം യഥരിബ് എന്നുള്ളതാണ്, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വെച്ച് നിസ്കരിച്ച ആദ്യ ജുമുഅ ബത്നുൽ വാദിയിൽ, ഖുബായിൽ. ബത്നുൽ വാദിയിൽ എന്നുള്ളതാണ്, അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ആറാമത്തത്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ പണിതുയർത്തപ്പെട്ട പള്ളി മസ്ജിദുൽ ഹറാം, മസ്ജിദു നബവി. അപ്പോൾ മസ്ജിദു നബവി എന്നുള്ളതാണ് ശരി, അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി ഏഴാമത്തത്: എത്യോപ്യൻ രാജാവ് അബൂലഹബ് നജ്ജാഷി. ആരാണ്? നജ്ജാഷിയാണ്, അതിന് നേരെ ശരി കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം: 63-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. അപ്പൊ അവിടെ വഫാത്തായി എന്നുള്ളത് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്: നബി തങ്ങളെ കണ്ടെത്തുന്നവർക്ക് വിലപിടിപ്പുള്ള സമ്മാനം ഖുറൈശി പ്രമുഖർ വാഗ്ദാനം ചെയ്തു. അവിടെ വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. മൂന്നാമത്തത്: പുതപ്പിനുള്ളിൽ അലി റളിയല്ലാഹു അൻഹു വാണെന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ എന്ത് ചെയ്തു? അവിടെ എന്താണ് എഴുതാനുള്ളത്? വെപ്രാളപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അവിടെ വെപ്രാളപ്പെട്ടു എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത്: യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും 3 ദിവസം ഫൗർ ഗുഹയിൽ ഒളിച്ചിരുന്നു. അപ്പൊ അവിടെ ഒളിച്ചിരുന്നു എന്ന് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ട വിവരമറിഞ്ഞ് മദീന നിവാസികൾ സന്തോഷഭരിതരായി. അപ്പൊ അവിടെ സന്തോഷഭരിതരായി എന്ന് എഴുതി കൊടുക്കുക. ഇനി അവസാനത്തത്: നിസ്സഹകരണത്തിൽ നിന്നും നബി കുടുംബം മോചിതരായ ശേഷം അബൂ ത്വാലിബ് രോഗം ബാധിച്ചു. അപ്പൊ അവിടെ രോഗം ബാധിച്ചു എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം: മദീനയിൽ താമസിക്കാൻ ക്ഷണിച്ച അൻസാറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഉത്തരം: താമസ സ്ഥലം തീരുമാനിക്കുവാൻ ഒട്ടകത്തെ അനുവദിക്കുക, അതിനു കൽപ്പന വന്നിരിക്കുന്നു. അപ്പോൾ താമസ സ്ഥലം തീരുമാനിക്കാൻ ഒട്ടകത്തെ അനുവദിക്കുക, അതിന് കൽപ്പന വന്നിരിക്കുന്നു എന്നാണ് മദീനയിൽ താമസിക്കാൻ ക്ഷണിച്ച അൻസാറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം: നബി തങ്ങൾ മദീനയിലേക്ക് പുറപ്പെട്ടത് എന്നായിരുന്നു? ഉത്തരം: നുബുവത്തിന്റെ 13-ാം വർഷം റബിയുൽ അവ്വൽ മാസത്തിൽ ഒരു തിങ്കളാഴ്ച. മൂന്നാമത്തെ ചോദ്യം: ദാറുൻ നദവയിൽ യോഗം ചേർന്നതിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു യോഗത്തിന്റെ ഉദ്ദേശം. അപ്പൊ നബിയെ ഇല്ലാതാക്കുക എന്നായിരുന്നു ദാറുൻ നദവയിൽ
യോഗം ചേർന്നതിന്റെ ഉദ്ദേശം. 4-ാമത്തെ ചോദ്യം, മുനാജാത്ത് എന്ന് പറയുന്നത് എന്തിനാണ്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവുമായി നടത്തിയ സംഭാഷണത്തിനാണ് എന്ത് പറയുക? മുനാജാത്ത് എന്ന് പറയുക. ഒന്നുകൂടെ നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവുമായി നടത്തിയ സംഭാഷണത്തിനാണ് മുനാജാത്ത് എന്ന് പറയുന്നത്. 5-ാമത്തെ ചോദ്യം, മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചു മനസ്സിലാക്കി ആരു മുഖേന? ഉത്തരം, ഖസ്റജ് ഗോത്രക്കാരായ 6 പേർ മുഖേന. അപ്പൊ ഖസ്റജ് ഗോത്രക്കാരായിട്ടുള്ള 6 പേർ മുഖേനയാണ് മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്. ഇനി 4-ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നുള്ളതാണ്. 1. ഇസ്ലാമിൽ അംഗമാകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം. എത്രാം വയസ്സിലായിരുന്നു അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്? 10-ാം വയസ്സ് അല്ലെ? അപ്പം 10-ാം വയസ്സിലായിരുന്നു ഇസ്ലാമിൽ അംഗമാകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം. 2-ാമത്തത്, എത്യോപ്യയിലേക്ക് പോയ ആദ്യ ഹിജ്റയിൽ ഉണ്ടായിരുന്നവർ 10 പുരുഷന്മാരും 4 സ്ത്രീകളും. 3-ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആമുൽ ഹുസ്ന് ഉണ്ടായ വർഷം നുബുവത്തിന്റെ 10-ാം വർഷം. 4-ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വാഇഫിലേക്ക് പോയി, എന്തായിരുന്നു ഉദ്ദേശം? ഉത്തരം, നബി തങ്ങളുടെ ബന്ധുക്കളായ സഖീഫ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാനും അവരുടെ സഹായം തേടുവാനും. ഇനി 5-ാമത്തെ ഭാഗമാണ് പൂരിപ്പിക്കാം. 1-ാമത്തത്, അങ്ങയുടെ പ്രാർത്ഥന അല്ലാഹു ഡാഷ് അവിടുന്ന് അനുവാദം ഡാഷ് പക്ഷം ഈ 2 ഡാഷ് അവരുടെ മേൽ ഡാഷ് അവരെ മുഴുവനും നശിപ്പിക്കാം. അപ്പൊ അത് പൂരിപ്പിച്ചതും എങ്ങനെ വരും? അങ്ങയുടെ പ്രാർത്ഥന അല്ലാഹു കേട്ടിരിക്കുന്നു, അവിടുന്ന് അനുവാദം നൽകുന്ന പക്ഷം ഈ 2 മലകളും അവരുടെ മേൽ മറിച്ചിട്ട് അവരെ മുഴുവനും നശിപ്പിക്കാം. 2-ാമത്തത്, വിശ്വാസ സംരക്ഷണാർത്ഥം എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബികൾക്ക് മുഹാജിറുകൾ എന്ന് പറയുന്നു. അപ്പൊ അവിടെ സംരക്ഷണാർത്ഥം എന്നുള്ളതും മദീനയിലേക്ക് എന്നുള്ളതും സ്വഹാബികൾക്ക് എന്നുള്ളതും പറയുന്നു എന്നുള്ളതുമാണ് അവിടെ പൂരിപ്പിച്ച് എഴുതാനുള്ളത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.